IFFK വൈബിലാണ് ഇപ്പോൾ തലസ്ഥാന നഗരം. സിനിമാ പ്രേമികളുടെ ഈ ആഘോഷ ദിനങ്ങൾ സിനിമ കാണാൻ മാത്രമല്ല, സൗഹൃദം പുതുക്കാനുള്ള ഒരു വേദി കൂടിയാണ്. നഗരത്തിലെ പല വേദികളിലായി പ്രദർശിപ്പിച്ച സിനിമകളെക്കുറിച്ച് ചലച്ചിത്ര പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം. സാധാരണ ഇതിനു മുൻപൊക്കെ വേൾഡ് സിനിമകൾ കാണാനായിട്ടുള്ളൊരു സുവർണ അവസരമാണത്. വേൾഡ് സിനിമകൾക്കുള്ളൊരു തിരക്ക് മലയാള സിനിമ ടുഡേക്ക് ഉണ്ടാവാറില്ല. ഈ ഫെസ്റ്റിവലിൽ ഫെമിനിറ്റി ഫാത്തിമ അടക്കം പാൻ ഇന്ത്യൻ സ്റ്റോറി അടക്കമുള്ള മലയാള സിനിമകൾക്ക് നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടക്കുന്നത്. അത് വലിയൊരു അഭിമാനം ഒരു മലയാളി എന്നുള്ള നിലയിലുണ്ട്. സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ തരുന്നൊരു പ്രതീക്ഷ വളരെ വലുതാണ്. ഇപ്പോൾ കാമദേവ നക്ഷത്രം കണ്ടു ആ ഒരു തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് അത് ഐഫോണിൽ എടുത്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിന് IFFKയിലൊരു വേദി ഉണ്ടാകുന്നു. എന്നാൽ നമുക്ക് ആ സിനിമ എന്താ പറയുക, ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണ്. പാൻ ഇന്ത്യൻ സ്റ്റോറി നല്ല പടം, ഞാനുണ്ടാവും പടത്തിൽ എൻ്റെ പടം. പിന്നെ അനോറ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതായിരുന്നു എൽബോ എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഇപ്പം നീ ക്യാപ്പ് എന്ന് പറഞ്ഞ പടം കണ്ട്, അത് നല്ലതാണ്. കുഴപ്പമില്ലാത്തൊരു മൂവി ഇപ്പോൾ കണ്ടു. എന്താണ് ഫെമിനിറ്റി ഫാത്തിമ. കുഴപ്പമില്ല, നല്ല, അതായത് ഓരോ സെക്കൻഡും ചിന്തിക്കാം നമുക്കിതോ. കാരണം ഞാനൊരു കണ്ണൂർ ആ ഒരു കേന്ദ്രങ്ങളിലൊക്കെ വളർന്ന ആളാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നടക്കുന്ന എന്താ പറയുക, ഒരു വ്യത്യാസമില്ലാതെ വളരെ നാച്ചുറലായിട്ട് വളരെ ഭംഗിയായിട്ടിരിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Ta 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 ta